എയ്റ്റ് മൈ ലൈക്സ് ആയാലോ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പല്ല് തേക്കാം കേട്ടോ. ഇപ്പോൾ സമയം ഒരു 7 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് എഴുന്നേക്കാൻ. അപ്പോൾ രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചട്നി ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീടൊക്കെ ഒന്ന് അടിച്ചു വാരി തൂത്തു. പിന്നെ ബെഡൊക്കെ വിരിച്ചു. പിന്നെ നമ്മുടെ അടുക്കളയൊക്കെ ക്ലീനാക്കി, പാത്രമൊക്കെ കഴുകി സെറ്റാക്കി കേട്ടോ. നമ്മൾ ഗാർഡനിലേക്ക് ഒന്ന് ഇറങ്ങി. എന്നിട്ട് നമ്മുടെ ഗാർഡനൊക്കെ നന്നായിട്ടൊന്ന് നനച്ചു. ഇതാണ് നമ്മുടെ റൂം കേട്ടോ. കുളിച്ചിടാൻ പോകുന്ന ഡ്രസ്സ് ഇതാട്ടോ. നമ്മൾ കുളിച്ച് കഴിഞ്ഞ് ഡ്രസ്സ് അടിപൊളിയില്ലേ. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡിന് നമുക്ക് ചെമ്മീൻ പൊരിച്ചതും മീൻ കറിയായിരുന്നു. അത് കഴിച്ചതിന് ശേഷം നമ്മൾ നല്ല അടിപൊളി. ഇനി നമുക്ക് കുറച്ച് പണികളുണ്ട്. ഫസ്റ്റ് നമുക്ക് ഇവർക്ക് ഫുഡ് കൊടുക്കണം. നമ്മുടെ മീനിൻ്റെ ഒരു ഫുഡുണ്ട്, നമുക്കത് കൊടുക്കാം. അതിന് ശേഷം നമ്മുടെ പശുമ്പാൽ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ പഞ്ചസാര ഇടുക. 2 ടീസ്പൂൺ പഞ്ചസാര ഇടുക. നന്നായിട്ടൊന്ന് ഇളക്കുക, മിക്സാക്കുക. എന്നിട്ട് ഇത് ഒരു ഡിഷാട്ടോ. നമ്മുടെ ഡിഷ് എന്തിനാന്ന് നിങ്ങൾക്ക് അറിയുക. ഈ പഞ്ചസാരയും പാലും വെച്ച നമ്മുടെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ഇവർക്ക് വേണ്ടിയിട്ടാട്ടോ. ഒരാളും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവർക്ക് പാലെടുത്താലോ. എവിടെ നമുക്ക് ഇതിലേക്ക് ഞാൻ അപ്പഴേ പറഞ്ഞിട്ട് മേത്ത് ചാടരുത് കേട്ടോ. ആദ്യം നീ വീഴൂ. ഒരാളെ പിടിച്ചു ഭയങ്കര പാല് കുടിക്കുന്നില്ല. നമുക്ക് 18ാമത്തെ അടവാണ് നമുക്ക് സാധിച്ചത് കേട്ടോ. ഞാൻ കുറച്ച് പാല് നമ്മുടെ ആ മെഷീനെ മുകളിൽ ഒഴിച്ചു കൊടുത്തു. അത് നക്കി കുടിച്ചു. അപ്പോൾ ആശ്വാസമായി. പിന്നെ അവർക്ക് പ്ലേറ്റിൽ വെച്ചെടുത്തു. അപ്പോൾ രണ്ടുപേരില്ല, വലിയവൻ കുടിക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ. അത് ചെറിയവൻ അത് പേടിച്ചിട്ട് കുടിക്കുന്നില്ല. ചെറിയവൻ താഴത്തത് മാത്രമേ കഴിക്കുന്നുള്ളൂ. കുറേ ശ്രമം നടത്തി ഉറക്കാൻ അങ്ങനെ അവർ ഉറങ്ങി. പിന്നെ അതിനുശേഷം ഞാൻ കിളിക്ക് വെക്കുന്ന ഫുഡ് കൊടുത്തു. അപ്പോൾ ആർക്കും സന്തോഷമായി, അണ്ണാനും സന്തോഷമായി, മീനുകൾക്ക് സന്തോഷമായി. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ പോകാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.